ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃതീയഃ പാഠഃ സുഭാഷിതരസം പീത്വ ജീവനം സഫലം കുരു എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് പേജ് നമ്പർ 32-ലാണ്. പേജ് നമ്പർ 32-ൽ വായിക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. പാഠസ്യ ആധാരേണ, പാഠത്തിനെ അധികരിച്ച്, അധോലിഖിതാനാം താഴെ കൊടുത്തിട്ടുള്ളവയുടെ പ്രശ്നാനാം പ്രശ്നങ്ങളുടെ ഉത്തരാണി ആൻസേഴ്സ് ഏകപദേന ലിഖത, ഒറ്റപ്പദത്തിൽ വൺ വേർഡിൽ എഴുതാൻ. ഏകപദേന, പദം വേർഡ്, ഏകപദേന. അപ്പോൾ ഇവിടെ ഞാൻ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, ഉത്തരാണി ഏകപദേന ലിഖത എഴുതിയിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ വായിക്കാം. ഗീതാനി കേ ഗായന്തി. ഗീതാനി കേ ഗായന്തി. ആരാണ് ഗീതം പാടുന്നത്? ദേവാഹ അല്ലേ? അപ്പം ദേവാഹ എന്നവിടെ എഴുതുക. ദേവാഹ, ദേവാഹ. അടുത്തത് കഹ ബലം ന വേത്തി. വേത്തി എന്ന് പറഞ്ഞാൽ എന്താ? വേത്തി നോയിങ്, അറിയുക, നോസ് എന്നൊക്കെ പറയാം. NOW. കഹ ബലം ന വേത്തി. ആരാണ് ബലം അറിയാത്തവൻ? നിർബലഹ, ബലമില്ലാത്തവൻ. നിർബലഹ. നിർബലഹ, ബലമില്ലാത്തവൻ. അടുത്ത തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ. കഹ വസന്തസ്യ ഗുണം വേത്തി. വസന്തത്തിൻ്റെ ഗുണം, വസന്തകാലത്തിൻ്റെ ഗുണം കഹ വേത്തി. ആരറിയുന്നു? പിക്കഹ, കുയിൽ. പിക്കഹ. പിക്കഹ. അടുത്തത് ഖ. മൂഷകഃ കസ്യ ബലം ന വേത്തി. മൂഷകഃ, മൂഷക എലി. കസ്യ ബലം, ആരുടെ ബലം? ന വേത്തി, അറിയുന്നില്ല. സിംഹസ്യ ബലമല്ലേ? സിംഹസ്യ. സിംഹസ്യ ബലം ന വേത്തി, അറിയുന്നില്ല. നാ ചേർക്കുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് കഴിഞ്ഞ് ങ. ഫലോദ്ഗമൈഹി കെ നമ്രാഹ ഭവന്തി. ഫലോദ്ഗമൈഹി, ഫലം വരുമ്പോഴത്തേക്ക് കെ നമ്രാഹ. ആരൊക്കെയാണ് കുനിഞ്ഞു വരുന്നത്? തരവഹ, തരു ട്രീ. തരവഹ, തരുഹു, തരൂ, തരവഹ. പ്ലൂറലാണ്. തരവഹ. അടുത്തത് ച. കേന സമം സഖ്യം ന കരണീയം. കേന സഹ സഖ്യം ന കരണീയം. ആരുമായിട്ടുള്ള സഖ്യമാണ് പാടില്ലാത്തത്? ദുർജനസം അല്ലേ? ദുർജനേന, ദുർജനങ്ങളുമായി. ദുർജനേന സമം സഖ്യം ന കരണീയം. അടുത്ത ലാസ്റ്റ് വൺ. കേന വിന ദൈവം ന സിദ്ധ്യതി. കേന വിന, എന്തില്ലാതെ. കേന വിന ദൈവം ന സിദ്ധ്യതി. ദൈവം എന്ന് പറഞ്ഞാൽ ഭാഗ്യമല്ലേ? ഭാഗ്യം ന സിദ്ധ്യതി. കേന വിന, എന്തില്ലാതെ ഭാഗ്യം കിട്ടില്ല. എന്തില്ലാതെ കിട്ടില്ല? പുരുഷകാര്യേണ, പുരുഷ പ്രയത്നേന. അപ്പം പുരുഷകാര്യേണ. പുരുഷകാര്യേണ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ആ വൺ വേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പേജ് നമ്പർ 32 തന്നെയാണ്. അതിൽ താഴെ സെക്കൻഡ്. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത.
അധോലിഖിതാനാം പ്രശ്നാനാം, പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാലോ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആൻസേഴ്സ് പൂർണ്ണവാക്യേന ഫുൾ സെൻറ്റൻസിൽ എഴുതണം. റൈറ്റ് ദി ആൻസേഴ്സ് ഇൻ ഫുൾ സെൻറ്റൻസ്. അത് നോക്കിക്കോളൂ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത. ഫസ്റ്റ് വൺ, തരവഹ കഥാ നമ്രാഹ ഭവന്തി. തരവഹ, തരവഹ. തരവഹ എന്തെന്നാണ്? ട്രീസ് അല്ലേ, അല്ലെങ്കിൽ പ്ലാന്റ്സ്. തരവഹ കഥ എപ്പോൾ, വെൻ. നമ്രാഹ എപ്പോഴാണ് കുനിഞ്ഞു നിൽക്കുന്നത്. ആൻസേഴ്സ് തരവഹ ഫലോദ്ഗമൈഹി നമ്രാഹ ഭവന്തി. ഈ ഫലോദ്ഗമൈഹിയാണ് അതിൻ്റെ ശരിക്കുള്ള ആൻസർ. അപ്പോൾ കഥ എന്നുള്ള സ്ഥലത്ത് ഈ ഫലോദ്ഗമൈഹി വരണം. തരവഹ ഫലോദ്ഗമൈഹി. ഫലോദ്ഗമ എന്താണ്? അതിൻ്റെ ഫ്രൂട്ട് വരുമ്പോഴത്തേക്കല്ലേ, വാഴ എക്സാമ്പിൾ പ്ലാന്റെയിൻ ഇത് എങ്ങനെ കുനിയും, അപ്പോഴത്തേക്ക് കുറച്ച് കുനിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ തരവഹ ഫലോദ്ഗമൈഹി നമ്രാഹ ഭവന്തി. ദ സെക്കൻഡ് വൺ, സമൃദ്ധിഭിഹി കേ അനുദ്ധതാഹ ഭവന്തി. സമൃദ്ധിഭിഹി, സമൃദ്ധി എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി ഉള്ള സമയത്ത്, എല്ലാ ഉള്ള അവസ്ഥ. ആ സമയത്ത് കെ ആര്, അനുദ്ധതാഹ. അനുദ്ധത എന്ന് പറഞ്ഞാൽ അഭിമാനികളായിരിക്കുന്നത് ആരൊക്കെയാണ്? സമൃദ്ധിഭിഹി. ക്വസ്റ്റ്യൻ നോക്കിയത്. സമൃദ്ധിഭിഹി സജ്ജനാഹ. ഇതുണ്ട്, അതിൻ്റെ വിസർഗമുണ്ട്. സജ്ജനങ്ങളാണ് എന്ത്? അനുദ്ധതാഹ ഭവന്തി, അനുദ്ധതരായിട്ടിരിക്കുന്നത്. സമൃദ്ധി ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അവർ അഹങ്കരിക്കുന്നില്ല, അവരുടെ ആയിട്ട് തന്നെ നിൽക്കുന്നു. ചിലരെന്ത് ചെയ്യും? ഉള്ളപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സമൃദ്ധിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവരെന്ത് അഹങ്കാരമായിരിക്കും. ഇവരെ അഭിമാനികളായിരിക്കും ഇവർ, സജ്ജനാഹ. അടുത്ത, സത്പുരുഷാണാം സ്വഭാവ കീദൃശഃ ഭവതി. സത്പുരുഷന്മാരുടെ, ഗുഡ് പീപ്പിൾ അല്ലേ, അവരുടെ സ്വഭാവം കീദൃശഃ എങ്ങനെയിരിക്കും? ആൻസേഴ്സ് സത്പുരുഷാഹ, പുരുഷന്മാർ എങ്ങനെയാണ്? സ്വഭാവത്താൽ എങ്ങനെയാണ്? പരോപകാരിണഃ ഭവന്തി, പരോപകാരികളായിരിക്കും. അപ്പോൾ സത്പുരുഷാഹ സ്വഭാവേന പരോപകാരിണഃ ഭവന്തി. ഇപ്പോൾ വരുമ്പോഴത്തേക്ക് സത്യം കഥാ സത്യം ന ഭവതി. സത്യം എപ്പോഴാണ് സത്യമല്ലാതാകുന്നത്? യത് ചലം അഭ്യുപൈതി തത് ന സത്യം ഭവതി. യത് ചലം എന്ന് പറഞ്ഞാൽ കള്ളം അല്ലേ, കള്ളം മുന്നിലേക്ക് വരുമ്പോൾ അപ്പോഴെന്താണ്? തത് ന സത്യം ഭവതി, അത് സത്യമല്ല. അടുത്തത്, ദൈവം കഥ ന സിദ്ധ്യതി. ദൈവം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പം ദൈവം കഥ എപ്പോഴാണ് ന സിദ്ധ്യതി, കിട്ടാതിരിക്കുന്നത് എപ്പോഴാണ്? ഭാഗ്യം എപ്പോഴാണ് കിട്ടാതിരിക്കുന്നത്? ദൈവം പുരുഷകാരേണ വിനാ ന സിദ്ധ്യതി. ദൈവം ഭാഗ്യം പുരുഷകാരേണ വിനാ. പുരുഷകാരേണ എന്ന് പറഞ്ഞാൽ പുരുഷ പ്രയത്നേന, ബൈ ദ എഫേർട്ട് ഓഫ് എ പേഴ്സൺ. വിനാ, വിത്തൗട്ട്, അതില്ലെങ്കിൽ ന സിദ്ധ്യതി. എന്ത് സിദ്ധ്യതി? ഭാഗ്യം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞില്ലേ. ഇനി അടുത്ത് നമുക്ക് പേജ് നമ്പർ 33 തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അത് അവിടെ തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തി ടെസ്റ്റിൽ തന്നെ ഉണ്ട്. സ്തംഭയോഹോ മേളനം കുരുത. 2 സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അത് മേളനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാച്ച് ദ ഫോളോവിങ് ഇല്ലേ, ആ രീതിയിൽ ക്വസ്റ്റ്യൻ. ആദ്യം ആന്ന് കൊടുത്തിട്ടുണ്ട്. ഉക്തിഹി, ആ ഭാവാർത്ഥ, അതിൻ്റെ ഭാവാർത്ഥ. ഫസ്റ്റ് വൺ, ഗായന്തി ദേവാഹ കില ഗീതകാനി. ഇപ്പുറത്ത് കുറേ കൊടുത്തില്ലേ, അതിൽ ഏതായിരിക്കും? ഗായന്തി ദേവാഹ കില ഗീതകാനി എന്തായിരിക്കും? ഭാരതഭൂമേഹേ മാഹാത്മ്യ വർണ്ണനമല്ലേ അത്? എന്താണ് അവർ പറയുന്നത്? ഒരു പാട്ട് പോലെ പറയുന്നത് ഭാരതഭൂമേഹേ മാഹാത്മ്യ വർണ്ണനം, അതവിടെ ഉണ്ട്. സെക്കൻഡ് വൺ, ഗുണീ ഗുണം വേത്തി. എന്താണ് ഗുണീ ഗുണം വേത്തി? ഗുണമുള്ളവരാണ് ഗുണത്തെ അറിയുന്നത്. എന്താണ് അപ്പോൾ? സജ്ജനഃ ഏവ ഗുണാനാം മർമ്മജ്ഞഃ. അതിൻ്റെ ആശയം സജ്ജനങ്ങളാണ്. സജ്ജനഃ ഏവ, സജ്ജനങ്ങൾ തന്നെയാണ്. ഗുണാനാം മർമ്മജ്ഞഃ, ഗുണങ്ങൾ അറിയുന്നവൻ. മർമ്മജ്ഞഃ, മർമ്മം അറിയുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം. തേർഡ് വൺ, ഭവന്തി നമ്രാഹ തരവഹ ഫലോദ്ഗമൈഹി.
ഭവന്തി നമ്രാഹ തരാഹ അത് പ്ലാന്റ്സൊക്കെ എന്ത് ചെയ്യുന്നു, കുനിയുന്നു. തരവഹ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? അത് പുരുഷന്മാരുടെ ലക്ഷണമല്ലേ? സത്പുരുഷാണാം സ്വാഭാവികീ നമ്രത. സത്പുരുഷന്മാരുടെ സ്വാഭാവിക അവരുടെ സ്വഭാവം അത് തന്നെയാണ്. ആ നമ്രതയാണ്, വിനയമാണ്. വിനയം കൊണ്ടല്ലേ എല്ലാവരും തല കുനിക്കുന്നത്. ആരെങ്കിലും തൊഴുമ്പോൾ നമ്മൾ തല ഇങ്ങനെ കുനിച്ചിട്ടാണ്. അടുത്ത 4th വൺ, യഥാ ചതുർഭിഹി കനകം പരീക്ഷ്യതേ. 4 പ്രാവശ്യം കനകത്തെ പരീക്ഷിക്കുന്നില്ലേ? അത് ബന്ധമുള്ളത് ഏതാണ്? സുവർണം ചതുർഭിഹി പ്രകാരേഹി പരീക്ഷ്യതേ. സുവർണം എന്താണ് ചെയ്യുന്നത്? 4 തരത്തിൽ പരീക്ഷിക്കപ്പെടുന്നു. 5 അഷ്ടൗ ഗുണാഹ പുരുഷം ദീപയന്തി. 8 ഗുണങ്ങൾ പുരുഷനെ പ്രകാശിപ്പിക്കുന്നു. അത് ഏതൊക്കെയാണ്? പ്രജ്ഞ, ദമഃ, ദാനം, കൃതജ്ഞത ഇത്യാദയഃ. അടുത്തത് ദുർജനേന സമം സഖ്യം ന കാരയേത്. ദുർജനങ്ങളുമായിട്ടുള്ള സഖ്യം ചെയ്യാൻ പാടില്ല. എന്താ അത്? ദുഷ്ടസംഗഃ ഉഷ്ണാങ്കാര സദൃശഃ. സംഘഃ ദുഷ്ടന്മാരുമായിട്ടുള്ള സംഘം, അതിൻ്റെ കൂട്ടുകെട്ട്. ഉഷ്ണ അങ്കാര സദൃശഃ. അങ്കാരം നിങ്ങൾ പഠിച്ചില്ലേ? തീക്കൊള്ളി. ഉഷ്ണം ചൂട് പിടിച്ച തീക്കൊള്ളി പോലെയാണെന്നാണ്. അതിന് സദൃശമാണ്. അത് പഠിച്ചതാണ്. അപ്പം അത് കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധഃ പ്രദത്തം മഞ്ജുഷാദഃ പദാനി ചിത്വാ റിക്തസ്ഥാനാനി പൂരേത. മഞ്ജുഷ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് അവിടെ കുറേ വേർഡ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അവിടെ കൊടുക്കണം. ആദ്യത്തത് ഗുണി ഡാഷ് വേത്തി ന വേത്തി നിർഗുണ. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തൽ ഏതാണ്? ഗുണി ഗുണം വേത്തി. ഗുണമാണ് എഴുതേണ്ടത്. ഗുണം. ഗുണി ഗുണം വേത്തി. അടുത്തത് ഭവന്തി നമ്രാഹ തരവഹ ഡാഷ്. ഏതാണ്? ആദ്യത്തത് ഫലോദ്ഗമൈഹി. 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 അടുത്തത് 3ാമത്തത് പുരുഷഃ പരീക്ഷ്യതേ കുലേന ഡാഷ് ഗുണേന കർമ്മണ. ഇവിടെ ഉള്ളത് ഏതാണ്? പിന്നെ ശീലേന. ശീലേന. അടുത്തത് ഗുണാഹ പുരുഷം ദീപയന്തി. പ്രജ്ഞ, കൗല്യം, ദമഃ ഡാഷ്. വേറെ എന്താ അവിടെ കൊടുത്തിരിക്കുന്നു? ഒരെണ്ണം ശ്രുതമല്ലേ? അപ്പോൾ ഖ ശ്രുതം. ശ്രുതം. അടുത്തത് ദാനം യഥാശക്തി. ഇതാണ് കൃതജ്ഞത. ദാനം യഥാശക്തി കൃതജ്ഞത. അടുത്ത ലാസ്റ്റ് വൺ അല്ലേ? ലാസ്റ്റ് വൺ ഏവം പുരുഷകാരേണ വിന ദൈവം ന. നേരത്തെ വന്നു സിദ്ധ്യതി. സിദ്ധ്യതി. ഇനി അടുത്ത പേജ് നമ്പർ 34. സമുചിതം വികൽപ്പം ചിനുത ഗായന്തി ദേവാഹ കില ഗീതകാനി ഇത്യസ്യ ശ്ലോകസ്യ മുഖ്യ വിഷയഃ കഃ. അതിനകത്തുള്ള മുഖ്യ വിഷയം എന്താണ്? വസന്തസ്യ സൗന്ദര്യമുണ്ട്, ഭാരതഭൂമേഹ ഗൗരവമുണ്ട്, കർമ്മണാം ഫലം ദാനസ്യ പ്രഭാവഃ. എന്താ? ഭാരതഭൂമേഹ ഗൗരവമല്ലേ? അതാണ് ശരി. സെക്കൻഡ് വൺ ഗുണീ ഗുണം വേത്തി ഇത്യത്ര കഹ ഗുണം ന ജാനാതി. ആരാണ് ഗുണം അറിയാത്തത്? ഇതിലേതാണ്?
ഗുണി നിർഗുണ പിക ബലി നിർഗുണ അല്ലേ സെക്കൻഡ് വൺ നിർഗുണ. അടുത്തത് പികോ വസന്തസ്യ ഗുണം ന വായസഹ ഇത്യസ്യ താത്പര്യം കിം. അതിൻ്റെ താത്പര്യം എന്താണ്? ഒന്നാമത്തെ പികഹ മധുരം ഗായതി ന വായസഹ, അതല്ലേ പികഹ മധുരം ഗായതി വായസഹ ന. അടുത്തത് ഭവന്തി നമ്രാഹ തരവഹ ഫലോദ്ഗമൈഹി ഇത്യസ്യ അർത്ഥഃ കഹ. അതിൻ്റെ അർത്ഥം എന്താണ്? വൃക്ഷാണാം കഠോരത സത്പുരുഷാണാം ഉന്നതി ഫലയുക്താഹ വൃക്ഷാഹ നമ്രാഹ. അതാണ് അല്ലേ. ഫലയുക്താഹ വൃക്ഷാഹ എന്ത് ചെയ്യും? നമ്രാഹ ഭവന്തി, നമ്ര കുനിഞ്ഞ് തന്നെ ഇരിക്കും. അടുത്തത് ലാസ്റ്റ് വൺ നസാ സഭ എത്ര ന സന്ധി വൃദ്ധാഹ ഇത്യത്ര സഭായാഹ മഹത്വം കിം. ഇവിടെ സഭ എന്നുള്ളതിൻ്റെ മഹത്വം എന്താണ്? സഭ മനോരഞ്ജനായ ഭവതി, സഭ ധനസമ്പത്തിം പ്രദാതും ശക്നോതി, ധർമ്മോപദേശായ ജ്ഞാനവൃദ്ധാഹ ജനാഹ ആവശ്യകാഹ. അതല്ലേ ശരി? എന്താണ്? ധർമ്മോപദേശായ, ധർമ്മം ഉപദേശിക്കാനായിട്ട് ജ്ഞാനവൃദ്ധാഹ. വൃദ്ധ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, വയോവൃദ്ധാഹ ജ്ഞാനവൃദ്ധാഹ. അപ്പോൾ ജ്ഞാനമുള്ള അറിയാവുന്ന പിന്നെ വൃദ്ധർ വേണം. അപ്പോൾ ജനാഹ ആവശ്യകത. അപ്പോൾ അതാണ് തേർഡാണ് ആൻസർ. ധർമ്മോപദേശായ ജ്ഞാനവൃദ്ധാഹ ജനാഹ ആവശ്യകാഹ. അടുത്തത് ഒന്നും കൂടി ഉണ്ട്. ദുർജനേന സഹ സഖ്യം കിമർത്ഥം ന കാര്യം. എന്തുകൊണ്ടാണ് ദുർജനമായ സഖ്യം പാടില്ല എന്ന് പറയുന്നത്? സഹ മിത്രം ഭവതി അല്ല, സഹ ധനം ദദാതി അല്ല, സ ശിക്ഷാം ദദാതി അല്ല. അടുത്തത് സഹ ഉഷ്ണ അങ്കാരവത്ത് ഹാനികരഹ ഭവതി. സഹ അവൻ എന്തേന്ന്? ഉഷ്ണ അങ്കാരവത്ത് തീക്കൊള്ളി പോലെ അല്ലേ, തീക്കൊള്ളി പോലെ ചൂടുള്ള തീക്കൊള്ളി പോലെ ഹാനികരമാണ്. തീക്കൊള്ളി തൊട്ടാൽ എന്തേലും കൈകൊള്ളും, അതുപോലെയാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം അവസാനിച്ചു. ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം നെക്സ്റ്റ് ലെസൺ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.